ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ കൺമണിയുടെ പ്രമോ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ദിവസം കഴിയും തോറും സൂപ്പർ കൺമണി ഇങ്ങനെ നമുക്ക് അടിപൊളി എപ്പിസോഡുകൾ സമ്മാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡാണ്, ആരും മിസ്സാക്കല്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് പോവാം. മോയിലാന്ന് തന്നെ കാണിക്കുന്ന കൃഷ്ണ കൺമണിയാണ്. കൃഷ്ണൻ കൺമണി ഇപ്പോൾ കാട്ടിൽ അടിച്ച് പൊളിക്കുവാണ്, ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് കൃഷി ഭയങ്കര അടിപൊളിയാക്കുവാണ് കൺമണിയൊത്തുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ കൃഷ്ണ എവിടെ നിന്നാണ് ഈ തീപ്പെട്ടി കിട്ടിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതോ ഇനി പണ്ടത്തെ സ്റ്റോണേജ് കോൺസെപ്റ്റ് പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല. കല്ല് വെച്ച് തീ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം, അതോ ഇനി നമ്മുടെ ഡോറയെ പോലെ ഇതൊക്കെ കരുതിയാണ് കൃഷി കാട്ടിലേക്ക് വന്നതെന്നും എനിക്കറിയില്ല. എപ്പിസോഡ് കണ്ടാലേ അറിയൂ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാനസയാണെങ്കിൽ പറയുന്നുണ്ട്, നീ കൺമണിയുടെ പുറകെ നടക്കുന്നുണ്ടല്ലേടാ, എന്തായാലും ഇതിനൊക്കെ നിന്നെ കൊണ്ട് കണക്ക് പറയിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയാണ്. അങ്ങനെ കൃഷി കൺമണി ഇങ്ങനെ വായ നോക്കിയിരിക്കുവാണ്. എന്നിട്ട് കൃഷി പറയുന്നുണ്ട്, കൺമണിക്ക് കാവലായി എന്നും ഞാനുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ കൺമണി അങ്ങ് ഉറങ്ങിപ്പോവാണ് എപ്പോഴോ. ആ സമയത്ത് കൃഷി ആണെങ്കിൽ തൻ്റെ ആ കോട്ട് ഊരി കൺമണിയെ പുറപ്പിക്കുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് സുജിയാണെങ്കിൽ മഹയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ, എനിക്ക് പേടിയാവുന്നു മോനെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുജി മഹിയെ അടുത്തായിട്ട്. തുടർന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി അങ്ങനെ രാവിലെ ആകുമ്പോൾ എണീക്കുന്നുണ്ട്. എണീച്ചിട്ടാണെങ്കിൽ കൺമണി നോക്കുമ്പോൾ കൃഷ്ണ കാണുന്നില്ല. അങ്ങനെ കൺമണിയാണെങ്കിൽ ഇങ്ങനെ തിരയോ കൃഷ്ണ കിടന്ന വെപ്രാളത്തോടെ അവിടെ എല്ലാം. അങ്ങനെ കൺമണിയുടെ പാതി ജീവൻ അങ്ങ് പോവുകയാണ് ആ സമയത്ത് തന്നെ. അവസാനം കൺമണി ഇങ്ങനെ എല്ലാ പ്രതീക്ഷയും പോയി മുകളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കൃഷിയാണെങ്കിൽ അപ്പം മരത്തെ തൂങ്ങി കുരങ്ങൻ കിടക്കുന്ന പോലെ അവിടെ കിടക്കുന്നുണ്ട്. ഇത് കാണുന്ന കൺമണിയാണെങ്കിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാ ലോജിക്ക് അങ്ങോട്ട് കത്തിയിട്ടില്ല. കാരണം ആ മരം ഒറ്റത്തടി മരമാണ്, താഴ്ന്ന് മുകളിലോട്ട് വരെ, അതുവരെ അതിനൊരു വൃക്ഷങ്ങളും ഇല്ല. അപ്പോൾ ഈ കൃഷി എങ്ങനെ ആ മരത്തിൽ കയറി എന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. പിന്നീട് കൃഷി താഴെ ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ കൺമണി ചോദിക്കുന്നുണ്ട്, സാറെന്നേ മുകളിൽ കയറി കിടന്നതെന്ന്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, അല്ല കരടി പിടിച്ച് തിന്നാൽ തീർന്നില്ലെന്ന്. ആ സമയത്തുണ്ട് കൺമണി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്നെ പിടിച്ച് തിന്നോ കുഴപ്പമില്ലെന്നാണ്. ആ സമയത്ത് കൃഷി എന്തോ എന്ന രീതി ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യമേക്കുന്ന കൺമണിക്ക് ആണെങ്കിൽ അങ്ങ് ചൊറിഞ്ഞു വെച്ചാണ്. അങ്ങനെ കൺമണി കൃഷിൻ്റെ ചെവി പൊന്നാക്കുന്നുണ്ട്. ശേഷം കൃഷിയാണെങ്കിൽ ഓടുന്നുണ്ട്, പിന്നെയും കൃഷിൻ്റെ ചെവി പൊന്നാക്കുന്നുണ്ട്. അങ്ങനെ കൃഷിൻ്റെ ചെവിയുടെ കാര്യത്തിൽ തീരുമാനമാക്കുന്നുണ്ട് കൺമണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.